മക്കളെ നമസ്കാരം. നമ്മൾ സെക്ഷൻ 6.2 മോണോട്ടോണിക് ഫങ്ഷൻസിൻ്റെ ഡിഫറൻഷ്യബിലിറ്റിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഒരു ഇൻ്റർവൽ, ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവലിനെ എപ്പോഴാണ് നോൺ ഡീജനറേറ്റ് എന്ന് പറയുക? ഒന്നുമില്ല, ലെഫ്റ്റ് ഹാൻഡ് പോയിൻറ്റ് സ്ട്രിക്ട്ലി ലെസ് ദാൻ റൈറ്റ് ഹാൻഡ് പോയിൻ്റ് ആണെങ്കിൽ നമ്മളതിനെ നോൺ ഡീജനറേറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത്, ഒരു സെറ്റ് ഇ തന്നിരിക്കുന്നു, അതിനെ ഒരു കളക്ഷൻ ഓഫ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് നോൺ ഡീജനറേറ്റ് ഇൻ്റർവൽസ് എപ്പോഴാണ് വൈറ്റലി സെൻസിൽ കവർ ചെയ്യുക എന്ന് പറയുക. സാധാരണ കവറല്ല. സാധാരണ കവർ പറഞ്ഞാൽ അത്തരം ഇൻ്റർവലുകളുടെ യൂണിയൻ ഇയെ കണ്ടെയ്ൻ ചെയ്യുന്നത് മാത്രമാണ് മീനിങ്. പക്ഷേ ഇവിടെ അതല്ല മീനിങ്. ശരിക്കും അവരുടെ കളക്ഷൻ ഇതിന് ഇയെ കവർ ചെയ്യുന്നുമുണ്ട്. കൂടാതെ അവിടെ ഒരു പ്രത്യേകത, ഇയിലുള്ള ഏത് പോയിൻ്റ് എടുത്താലും ഒരു എപ്സിലോണും ഒരു പോയിൻറ്റും എടുത്താൽ ആ എപ്സിലോൺ ഡിസ്റ്റൻസിനേക്കാൾ കുറവ് ലെങ്ത്തുള്ള ഒരു ഇൻ്റർവൽ നമ്മൾ സ്മോൾ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുകയും ആ ഇൻ്റർവൽ കളക്ഷനിൽ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ദാറ്റ് മീൻസ് എ കളക്ഷൻ ഓഫ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് നോൺ ഡീജനറേറ്റ് ഇൻ്റർവൽസ് ഈസ് സെഡ് ടു ബി കവർ ഇ ഇൻ ദ സെൻസ് ഓഫ് വിറ്റലി if corresponding to each point in xe and each epsilon you can find out a open interval I in the collection f which contain our x and its length is less than epsilon. അപ്പം നമുക്ക് ഏതൊരു പോയിൻറ്റിനെയും സ്മോൾ ഇൻ്റർവെല്ലുകൾ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിനുള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കളക്ഷൻ ഓഫ് ഇൻ്റർവൽസ് ആയിരിക്കും എഫ് എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ഇൻ്റർവൽ ഐ എന്ന് പറയുന്നത് ക്ലോസ്ഡും ബൗണ്ടഡും നോൺ ഡീജനറേറ്റുമായി കണ്ടെത്താൻ പറ്റുമെന്നാണ്. ഈ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. ഞാൻ ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ഓക്കെ, അത് പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരെണ്ണം കണ്ടെത്തുക, ഡയറക്റ്റ് എഴുതുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് അത് തെറ്റാണ്. ഇനി അടുത്തത്, എന്താണ് വൈറ്റലി കവറിംഗ് ലെമ്മ എന്ന് പറയുന്നത്? അപ്പോൾ അതായത് വൈറ്റലി കവറിംഗ് ലെമ്മ പറയുന്നത് ഒരു മെഷറബിൾ സെറ്റ്, അല്ലെങ്കിൽ ആ ഒരു മെഷറബിൾ സെറ്റ് എന്ന് പറയുന്നില്ല, പകരം ഒരു സെറ്റിൻ്റെ ഔട്ടർ മെഷർ ഫൈനൈറ്റ് ആണെങ്കിൽ, ഒരു സെറ്റിൻ്റെ ഔട്ടർ മെഷർ ഫൈനൈറ്റ് ആണെങ്കിൽ അതിൽ വൈറ്റലി കവർ സെൻസിലുള്ള ഒരു കവറുമുണ്ട്, ഒരു സെറ്റും തന്നിട്ടുണ്ട്. യു ആർ ഗിവൺ എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് ഔട്ടർ മെഷർ ഇ ആൻഡ് ഇറ്റ്സ് വൈറ്റലി കവർ കളക്ഷൻ എഫ്. ഓക്കെ, എങ്കിൽ അതിനകത്ത് എഫിലുള്ള ഓരോ ഇൻ്റർവൽ എന്താണെന്ന് അറിയാം, ക്ലോസ്ഡും ബൗണ്ടഡും നോൺ ഡീജനറേറ്റുമാണ്. കൂടാതെ ഏത് എപ്സിലോൺ എടുത്താലും ഇതിലുള്ള ഒരു പോയിൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇതിലെ ഒരു ഇൻ്റർവൽ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുകയും ആ ഇൻ്റർവലിൻ്റെ ലെങ്ത് എപ്സിലോണിനേക്കാൾ കുറയുമെന്നാണ് നമുക്ക് വൈറ്റലി സെൻസ് കവറിലെ മീനിങ്. ഇപ്പോൾ ലെമ്മ പ്രകാരം അത് മൊത്തം ഇൻ്റർവലുകൾ ആവശ്യമില്ല, അതിനകത്തെ ആ കവറിനകത്തെ, ആ വൈറ്റലി സെൻസ് കവറിനകത്ത് എഫിലുള്ള മൊത്തം ഇൻ്റർവൽ ആവശ്യമില്ല. ഒരു ഫൈനൈറ്റ് ഡിസ്ജോയിൻറ്റ് കളക്ഷൻ കൊണ്ട് തന്നെ നമുക്ക് ഇയെ അപ്രോക്സിമേറ്റ് ചെയ്യാം. അതായത് ഇയെ കവർ ചെയ്യാന്നല്ല അർത്ഥം, ആ ഫൈനൈറ്റ് ഡിസ്ജോയിൻറ്റ് കളക്ഷൻ ഓഫ് ഇൻ്റർവൽസിൻ്റെ യൂണിയനും ഇയും തമ്മിലുള്ള മെഷറിൻ്റെ ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ പറഞ്ഞാൽ അതിനർത്ഥം ഇ ഈസ് അപ്രോക്സിമേറ്റഡ് ബൈ എ ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് ഡിസ്ജോയിൻറ്റ് കളക്ഷൻ ഓഫ് ഇൻ്റർവൽസ് ഇൻ അവർ എഫ്. ഓക്കെ, അപ്പോൾ വൈറ്റലി കവർ സെൻസിൽ കവർ ചെയ്യുന്ന കളക്ഷൻ എഫിൽ നിന്നും മൊത്തം ഇൻ്റർവൽ ആവശ്യമില്ലാതെ അതിനകത്തുള്ള ഫൈനൈറ്റ് ഡിസ്റ്റോയിൻറ്റ് കളക്ഷൻ കൊണ്ട് തന്നെ നമുക്ക് ആരെ കവർ ചെയ്യാന്നല്ല, അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് വൈറ്റലി കവറിംഗ് ലെമ്മ പറയുന്നത്. ഇതിൻ്റെ പ്രൂഫിലേക്ക് ഞാൻ കിടക്കുന്നില്ല, കാരണം ഇതിൻ്റെ പ്രൂഫ് നമുക്ക് പിന്നീട് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പ്രൂഫ് ലീവ് ചെയ്യുകയാണ്. ഇനി അതിന് ശേഷം ഒരു ഡെഫിനിഷൻ വരുന്നുണ്ട്. ഈ പ്രൂഫിന് ശേഷം വരുന്ന ഒരു ഡെഫിനിഷൻ നോക്കാം, കാരണം അത്രയും വലിയൊരു പ്രൂഫാണത്. അതിനുശേഷം വരുന്ന ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. അതായത് അപ്പർ ഡെറിവേറ്റീവ്, ലോവർ ഡെറിവേറ്റീവ് പറയുന്ന കൺസെപ്റ്റുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു ഫംഗ്ഷൻ എഫ് റിയൽ വാല്യൂഡ് ആണ്, ഡൊമെയിൻ ഡി തന്നിട്ടുണ്ട്. ഇനി ഡൊമെയിനിലുള്ള ഒരു ഇൻറ്റീരിയർ പോയിൻ്റാണ് എക്സ് എങ്കിൽ ആ പോയിൻറ്റിനെ ബേസ് ചെയ്ത് ഫംഗ്ഷൻ്റെ അപ്പർ ഡെറിവേറ്റീവ്, ലോവർ ഡെറിവേറ്റീവ് എന്നുള്ള രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പർ ഡെറിവേറ്റീവും ലോവർ ഡെറിവേറ്റീവും കൊണ്ട് മീൻ ചെയ്യുന്നത്, അപ്പർ ഡെറിവേറ്റീവ് ഈസ് ഡിഫൈൻഡ് ബൈ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സുപ്രീമം ഓവറാൾ 0 ലെസ് ദാൻ മോഡ് ടി ലെസ് ദാൻ എച്ച് എഫ് ഓഫ് എക്സ് പ്ലസ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ടി. അതായത് ഈ ടിയുടെ വില ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. നോക്കൂ, മോഡ് ടി ലെസ് ദാൻ എച്ച്, 0 ലെസ് ദാൻ മോഡ് ടി ലെസ് ദാൻ എച്ച് പറഞ്ഞാൽ എച്ച് ഈസ് എ വെരി സ്മോൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി. മോഡ് ടി ലെസ് ദാൻ എച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് ടിയുടെ വില
എച്ചിനേക്കാൾ കുറവെന്നാണ്. പക്ഷേ ടിയുടെ വില നെഗറ്റീവും ആവാം പോസിറ്റീവും ആവാം. മോഡ് ടി ആണ് ലെസ് ദാൻ. അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് ടി എന്ന് പറയുമ്പോൾ അവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് ടി എന്ന് പറയുന്നത് എക്സിൻ്റെ റൈറ്റിലോ ലെഫ്റ്റിലോ ആവാം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ലെഫ്റ്റിലുള്ള പോയിൻറ്റോ റൈറ്റിലുള്ള പോയിൻറ്റോ എടുത്തിട്ട് സ്ലോപ്പ് എടുക്കുക തന്നെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ സുപ്രീമം ഓഫ് ദാറ്റ് വാല്യൂസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സ്ലോപ്പുകളുടെ സുപ്രീമം വാല്യൂ കൂടാതെ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 രണ്ട് കാര്യങ്ങൾ അറ്റ് എ ടൈമിൽ. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, സുപ്രീമം ഓവറാൾ 0 ലെസ് ദാൻ മോഡ് ടി ലെസ് ദാൻ എച്ച് എഫ് ഓഫ് എക്സ് പ്ലസ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ടി ആണ് എടുത്തിരിക്കുന്നത്. ഇതാണ് അപ്പർ ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്യുന്നത്. ഇതേ കേസിൽ ഈ സുപ്പിന് പകരം ഇൻഫ് ഉപയോഗിക്കുമ്പോൾ നമ്മളതിനെ ലോവർ ഡെറിവേറ്റീവ് എന്ന് വിളിക്കും. ഓക്കെ, ഇതാണ് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇനി എപ്പോഴും അപ്പർ ഡെറിവേറ്റീവ് ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലോവർ ഡെറിവേറ്റീവ്. കാരണം സുപ്രീമം ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ആയതുകൊണ്ടാണ് അപ്പർ ഡെറിവേറ്റീവ് ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലോവർ ഡെറിവേറ്റീവ് ആയി മാറുന്നത്. ഓക്കെ, ഇനി എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവുക? എ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ദാറ്റ് പോയിൻറ്റ് എക്സ് ഓർ ദ ഇൻറ്റീരിയർ പോയിൻറ്റ് എക്സ് ഓഫ് ദി ഡൊമൈൻ ഡി ഇഫ് അപ്പർ ഡെറിവേറ്റീവ് കോയിൻസൈഡ് വിത്ത് ദി ലോവർ ഡെറിവേറ്റീവ്. ഓക്കെ, ഇതിനു മുന്നേ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ 4 തരം ഡെറിവേറ്റീവ്സ് പഠിച്ചിട്ടുണ്ട്. ആ 4 തരം ഡെറിവേറ്റീവ് രണ്ടായി ചുരുക്കുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ അപ്പർ ഡെറിവേറ്റീവിനുള്ളിൽ അപ്പർ റൈറ്റ് ഡെറിവേറ്റീവ് അപ്പർ ലെഫ്റ്റ് ഡെറിവേറ്റീവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ആ മോഡ് ടി ആക്കി മാറ്റിയിരിക്കുന്നത്. അതേ കാര്യം തന്നെ ലോവർ റൈറ്റ് ഡെറിവേറ്റീവ് ലോവർ ലെഫ്റ്റ് ഡെറിവേറ്റീവിനെ മിക്സ് ചെയ്താണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഡിഫറൻഷ്യബിൾ അല്ലാത്ത ഫംഗ്ഷൻ അറിയാം. മോഡ് ഫംഗ്ഷൻ 0-ൽ ഡിഫറൻഷ്യബിൾ അല്ല എന്നോ ബാക്കി എല്ലാ പോയിൻറ്റും ഡെറിവേറ്റീവ് ഉണ്ടെന്നും അറിയാം. പോസിറ്റീവ് കേസിൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1ഉം മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1ഉം ആയതുകൊണ്ട് അത് പോസിറ്റീവിലും നെഗറ്റീവിലും ഡിഫറൻഷ്യബിൾ ആണെന്ന് കിട്ടി. എക്സ് ഈക്വൽ ടു 0-ൽ അപ്പർ ഡെറിവേറ്റീവ് 1 കിട്ടും, ലോവർ ഡെറിവേറ്റീവ് -1 കിട്ടും. അത് എങ്ങനെയാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയാലും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പ്രധാനപ്പെട്ട ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതൊന്ന് ഓർക്കുക. ഇനി സാറ് ഇതിനകത്ത് ഒരു ലെമ്മ വരുന്നുണ്ട്. ലെമ്മ 3 സ്റ്റേറ്റ് ചെയ്യുന്ന കാര്യം ഇതാണ്: ഒരു മോണോട്ടോൺ ഇൻക്രീസിങ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവൽ എ ബി, ദെൻ ഫോർ ഈച്ച് ആൽഫ ഗ്രേറ്റർ ദാൻ 0 എം സ്റ്റാർ ഓഫ് സെറ്റ് ഓഫ് ആൾ ഓപ്പൺ ഇൻ്റർവൽ എ ബി സച്ച് ദാറ്റ് upper derivative greater than or equal to alpha should be less than or equal to 1 by alpha into f of b minus f of a, and m star of set of all x element of open interval a b such that upper derivative equal to infinity equal to 0. അതായത് അതിൻ്റെ മെഷർ 0 ആയിരിക്കും. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ മോണോട്ടോൺ ഇൻക്രീസിങ് ആൻഡ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ആണെങ്കിൽ നമ്മൾ ചെബിഷെഫ് ഇനിക്വാളിറ്റി പോലുള്ളൊരു കാര്യമാണ് അവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താണ് പറഞ്ഞത്. അതായത് എം സ്റ്റാർ ഓഫ് സെറ്റ് ഓഫ് ആൾ എക്സ് എലമെൻറ്റ് ഓഫ് ഈ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ ലാംഡ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എന്നാണ് നമ്മൾ കൊടുത്തത്. അതുപോലുള്ളൊരു ഇൻ്റഗ്രേഷൻ്റെ അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് പിന്നീട് അത് സെക്കൻഡ് ഫണ്ടമെൻ്റൽ തിയറം അപ്ലൈ ചെയ്തിട്ടൊക്കെയാണ് ഇവിടെ എത്തുന്നത് മനസ്സിലാവും. പക്ഷേ അത് കംപ്ലീറ്റ്ലി ഡിഫറൻഷ്യബിൾ ആവുന്ന കേസിലാണ്. ഇവിടെ അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ഈ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അപ്പർ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കേസിൻ്റെ ഔട്ടർ മെഷർ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ ആൽഫ ഇൻറ്റു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എയും, അതുപോലെ ഇൻഫിനിറ്റി കേസിൻ്റെ ഔട്ടർ മെഷർ 0 ആയിരിക്കും എന്നാണ്. ഓക്കെ, അപ്പോൾ അപ്പർ ഡെറിവേറ്റീവ് ഇൻഫിനിറ്റി ആവുന്ന കേസിൻ്റെ ഔട്ടർ മെഷർ ഉണ്ടാവില്ല. അപ്പോൾ ഫൈനൈറ്റ് ആയിരിക്കും എന്നതിൻ്റെ അർത്ഥം. അപ്പർ ഡെറിവേറ്റീവ്സ് ഫൈനൈറ്റ് ആൾമോസ്റ്റ് എവരിവെയർ എന്നാണ് ഒരു മോണോട്ടോൺ ഇൻക്രീസിങ് ഫംഗ്ഷൻ്റെ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ ലെമ്മയുടെ പ്രൂഫിലേക്കും ഞാൻ കയറുന്നില്ല. കാരണം ഈ ലെമ്മയും വൈറ്റലി കവറിങ് തിയറവും നമ്മൾ തൊട്ടടുത്ത് വരുന്ന തിയറത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട തിയറം. കാരണം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ലെബേക്ക് തിയറം: ഇഫ് ദ ഫംഗ്ഷൻ എഫ് ഈസ് മോണോട്ടോൺ ഓൺ ആൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി ദെൻ ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ ആൾമോസ്റ്റ് എവരിവെയർ. അതായത് ഏതൊരു മോണോട്ടോണിക് ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ ആൾമോസ്റ്റ് എവരിവെയർ ആയിരിക്കും ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ. അത് ഓപ്പൺ ഇൻ്റർവൽ എ ബി ബൗണ്ടഡ് ആണോ അല്ലയോ എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ബൗണ്ടഡ് കേസും ഉണ്ട്, ബൗണ്ടഡ് അല്ലാത്ത കേസുണ്ട്. അപ്പോൾ നമ്മൾ ബൗണ്ടഡ് കേസ് മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ. അൺബൗണ്ടഡ് കേസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ഏതൊരു അൺബൗണ്ടഡ് ഓപ്പൺ ഇൻ്റർവലിനെയും നമുക്ക് ഓപ്പൺ ഇൻ്റർവലിൻ്റെ ഡെഫിനിഷൻ, അതായത് യൂഷ്വൽ ടോപ്പോളജി വെച്ചുകൊണ്ട് കൗണ്ടബിൾ നമ്പർ ഓഫ് ബൗണ്ടഡ് ഓപ്പൺ ഇൻ്റർവൽസിൻ്റെ യൂണിയനാക്കി എഴുതാൻ പറ്റും. ഓക്കെ, അത് അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഈ തിയറം പിന്നീട് പ്രൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നില്ല, പകരം ഇവിടെ ബൗണ്ടഡ് കേസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സപ്പോസ് ചെയ്തു എഫ് ഈസ് എ മോണോട്ടോണിക് ഫംഗ്ഷൻ ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ ആൾമോസ്റ്റ് എവരിവെയർ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ലെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ എ ബി. നമുക്ക് സ്വാഭാവികം അറിയാം മോണോട്ടോൺ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ അപ്പർ ഡെറിവേറ്റീവ് ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലോവർ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ,
പക്ഷേ മൊണോട്ടോണിക് ഇൻക്രീസിങ് ഫംഗ്ഷൻ്റെ കേസിൽ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറഞ്ഞാൽ മീനിങ് അപ്പർ ഡെറിവേറ്റീവ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ലോവർ ഡെറിവേറ്റീവ് ആയിരിക്കും. അത് മൊണോട്ടോണിക് ഇൻക്രീസിങ് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഒരു പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ലെങ്കിൽ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത് അപ്പർ ഡെറിവേറ്റീവ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ലോവർ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ നോക്കൂ, അപ്പർ ഡെറിവേറ്റീവ് പറഞ്ഞ ഒരു റിയൽ നമ്പറാണ്, ലോവർ ഡെറിവേറ്റീവും ഒരു റിയൽ നമ്പറാണെന്ന് മനസ്സിൽ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ between any two real numbers there exists infinite number of rationals and irrationals. That is our density theorem. അങ്ങനെയാണെങ്കിൽ റാഷണൽസ് ഞാൻ അവിടെ ഇൻസേർട്ട് ചെയ്യുകയാണ്. ആൽഫ ബീറ്റ ആർ ദ ടു ഡിസ്റ്റിങ്ക്റ്റ് റാഷണൽസ് സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ ദാറ്റ് അപ്പർ ഡെറിവേറ്റീവ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആൽഫ, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ബീറ്റ, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ലോവർ ഡെറിവേറ്റീവ്. അങ്ങനെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സിൻ്റെ കളക്ഷന് ഞാൻ ഈ ആൽഫ ബീറ്റ എന്ന് കൊടുത്തു. അതായത് ഇവിടെ എക്സ് എന്ന പോയിൻറ്റിൻ്റെ അപ്പർ ഡെറിവേറ്റീവും ലോവർ ഡെറിവേറ്റീവിനിടയിൽ രണ്ട് നമ്പേഴ്സ് ആൽഫ ബീറ്റ എക്സിസ്റ്റ് ചെയ്യുന്നു. ദേ ആർ റാഷണൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആൽഫ ബീറ്റ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്ന പോയിൻറ്റ്സിൽ എക്സിൽ ഫംഗ്ഷൻ എന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല എന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി ആൽഫ ബീറ്റ റാഷണൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള സെറ്റുകളുടെ എണ്ണം കൗണ്ടബിൾ ആയിരിക്കും. സെറ്റ് കൗണ്ടബിൾ എന്നാണെന്ന് ഒരു മീനിങ്ങും ഇല്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആൽഫ ബീറ്റ എന്ന് പറയുന്ന സെറ്റ് കൗണ്ടബിൾ ആവണമെന്നില്ല, പക്ഷേ ഇത്തരം സെറ്റുകളുടെ എണ്ണം കൗണ്ടബിൾ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കുറേ സെറ്റുകൾ, കൗണ്ടബിൾ നമ്പർ സെറ്റ് ഉണ്ട്. ഓരോ സെറ്റിൻ്റെയും മെഷർ 0 ആണെങ്കിൽ കൗണ്ടബിൾ യൂണിയൻ ഓഫ് 0 മെഷർ സെറ്റും എന്ത് തന്നെയായിരിക്കും, മെഷർ 0 തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിൻറ്റ്സിൻ്റെ മെഷർ എന്തായി മാറുന്നു, 0 ആയി മാറുന്നു. അതിനർത്ഥം ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ ആൾമോസ്റ്റ് എവർ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ആൽഫ ബീറ്റ ചൂസ് ചെയ്തു, നമുക്ക് ക്ലെയിം ചെയ്തിരിക്കുന്നത് മെഷർ ഓഫ് ഈ ആൽഫ ബീറ്റ 0 എന്ന് കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ യൂണിയൻ്റെ കേസ് കൗണ്ടബിളി സബഡിറ്റിവിറ്റി പ്രോപ്പർട്ടിയും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം എല്ലാ സെറ്റിലും നമുക്ക് മെഷർ 0 എന്ന് കിട്ടും. ദെർഫോർ ദർ യൂണിയനിലും മെഷർ 0 എന്ന് കിട്ടും. ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആൾമോസ്റ്റ് എവരിവർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഒരു കാര്യം ചെയ്യുന്നു, ഈ ആൽഫ ബീറ്റയെ ഫിക്സ് ചെയ്തുകൊണ്ട് ആൽഫ ഗ്രേറ്റർ ദാൻ ബീറ്റ എന്നും കൊടുക്കുന്നു, ഈ ഈക്വൽ ടു ഈ ആൽഫ ബീറ്റ എന്ന് ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. നമുക്കറിയാം ഓപ്പൺ ഇൻറ്റർവൽ എ ബിയുടെ സബ്സെറ്റാണ് ഈ, കാരണം ഈ ആൽഫ ബീറ്റ ഇസ് എ സബ്സെറ്റ് ഓഫ് ഓപ്പൺ ഇൻറ്റർവൽ എ ബി ആണ്. ഓപ്പൺ ഇൻറ്റർവൽ എ ബി ഇസ് എ ബൗണ്ടഡ് സബ്സെറ്റ് ആണ്. മെഷർ ഓഫ് ഓപ്പൺ ഇൻറ്റർവൽ എ ബി ഷുഡ് ബി ഫൈനൈറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈയുടെ മെഷറും ഫൈനൈറ്റ് ആണ്. ഈയുടെ മെഷർ ഫൈനൈറ്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ടു ഈച്ച് എപ്സിലോൺ യു ക്യാൻ ഫൈൻഡ് ഔട്ട് എ ഔട്ടർ അപ്രോക്സിമേഷൻ ബൈ ആൻ ഓപ്പൺ സെറ്റ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണ് ദർ ഈസ് ആൻ ഓപ്പൺ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് ഒ ആൻഡ് ദി എം സ്റ്റാർ ഓഫ് ഒ ഈസ് ലെസ് ദാൻ എം സ്റ്റാർ ഓഫ് ഇ പ്ലസ് എപ്സിലോൺ. അങ്ങനൊരു തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ തിയറം വെച്ച് നമുക്ക് എം സ്റ്റാർ ഓഫ് ഒ ഈസ് ലെസ് ദാൻ എം സ്റ്റാർ ഓഫ് ഇ പ്ലസ് എപ്സിലോൺ, ഇക്വേഷൻ നമ്പർ 1. Let F be the collection of a closed and bounded interval CD contained in O. അത് നിലവിൽ കിട്ടിയ ഓപ്പൺ സെറ്റിനുള്ളിൽ വരുന്ന ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവൽസിൻ്റെ കളക്ഷന് എഫ് എന്ന് പേര് കൊടുത്തു. വിത്ത് ദ കണ്ടീഷൻ ദാറ്റ് എഫ് ഓഫ് ഡി മൈനസ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ ബി ഇൻറ്റു ഡി മൈനസ് സി. അതായത് സ്ലോപ്പ് ഓഫ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് സി എഫ് ഓഫ് സി ആൻഡ് ഡി എഫ് ഓഫ് ഡി എന്ന് പറയുന്നതിൻ്റെ സ്ലോപ്പ് ലെസ് ദാൻ ബീറ്റ ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഏറ്റവും ഈ സി ഡി ഇങ്ങനെയുള്ള ഏത് ഇൻ്റർവൽ കേസുകളുടെയും സ്ലോപ്പ് ലെസ് ദാൻ ബീറ്റ ആണെങ്കിൽ അത്തരത്തിലുള്ള ഇൻഫിമം വാല്യൂ എന്ത് തന്നെയായിരിക്കും, ലെസ് ദാൻ ബീറ്റ. അത്തരത്തിലുള്ള ഇൻഫിമം വാല്യൂ പറഞ്ഞാൽ ആക്ച്വലി ആരായിരിക്കും, നിങ്ങൾ അയച്ചൊക്കെ ഇൻഫിമം കൊടുത്ത് ലിമിറ്റ് കൊടുത്താൽ അത് ലോവർ ഡെറിവേറ്റീവ് ആയിരിക്കും. അതായത് ലോവർ ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഈസ് ലെസ് ദാൻ ബീറ്റ ഓൺ ഇ ആണ് നമുക്ക് ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നു. ഇ എന്ന് പറഞ്ഞാൽ ഈ ആൽഫ ബീറ്റ ആയതുകൊണ്ട് അതിൻ്റെ കണ്ടീഷൻ പ്രകാരം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. ലോവർ ഡെറിവേറ്റീവ് ലെസ് ദാൻ ബീറ്റ ലെസ് ദാൻ ആൽഫ ലെസ് ദാൻ അപ്പർ ഡെറിവേറ്റീവ് എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അത് പ്രകാരം സിൻസ് ഡി ആൽഫ ലോവർ ഡെറിവേറ്റീവ് ലെസ് ദാൻ ബീറ്റ ഓൺ ഇ എഫ് ഈസ് എ വൈറ്റലി കവറിങ് ഓഫ് ഇ. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കളക്ഷൻസ് ആയതുകൊണ്ട് വൈറ്റലി സെൻസിൽ അത് കവർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ തിയറം ലെമ്മ 3 പ്രകാരം അത് വൈറ്റലി കവറിങ്ങിൽ വരുന്നുണ്ട്. പ്രൂഫ് ഓഫ് ലെമ്മ 3യിലാണ് അതിനകത്ത് വരുന്നത്. ഞാൻ അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടില്ല. എങ്കിൽ വൈറ്റലി കവറിങ് ലെമ്മ പ്രകാരം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, അതിനൊരു ഫൈനൈറ്റ് ഡിസ്റ്റോയിൻറ്റ് കളക്ഷൻ കൊണ്ട് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. സോ ദർ ഈസ് എ ഫൈനൈറ്റ് ഡിസ്റ്റോയിൻറ്റ് കളക്ഷൻ ഓഫ് ഇൻ്റർവൽസ് ഇൻ അവർ കളക്ഷൻ, സേ കളക്ഷൻ സി കെ ഡി കെ വേരീസ് ഫ്രം 1 to n such that m star of e minus union k equal to 1 to n c k d k is less than epsilon. ഇക്വേഷൻ നമ്പർ 2 നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ വൈറ്റലി കവറിങ് ലെമ്മ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പ്രൂഫ് ഓഫ് ലെമ്മ 3 അപ്ലൈ ചെയ്തിട്ടാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, ബൈ ദ ചോയ്സ് ഓഫ് സി കെ ഡി കെ ഇൻ ഒ ആൻഡ് ബൈ 1 അപ്ലൈ ചെയ്തിട്ടുള്ള പ്രകാരം നമുക്കറിയാം
അതായത് എഫിന് ചോയ്സ് വെച്ച് നമുക്ക് എന്താ പറയുക, എഫ് ഓഫ് ഡി മൈനസ് എഫ് ഓഫ് സി ലെസ് ദാൻ ബീറ്റ ഇൻറ്റു ഡി മൈനസ് സി ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ഡി കെ മൈനസ് എഫ് ഓഫ് സി കെ ലെസ് ദാൻ ബീറ്റ ഇൻറ്റു ഡി കെ മൈനസ് സി കെ ആണ്. സം ചെയ്ത് നോക്കാം. സം പറഞ്ഞാൽ യൂണിയൻ്റെ കേസും കൺസിഡർ ചെയ്യാം. അങ്ങനെ സമേഷൻ എടുത്തു കഴിഞ്ഞാൽ സിഗ്മ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് ഡി കെ മൈനസ് എഫ് ഓഫ് സി കെ ലെസ് ദാൻ ബീറ്റ ഇൻറ്റു സിഗ്മ കെ ഈക്വൽ ടു 1 ഡി കെ മൈനസ് സി കെ. ഓക്കെ. പക്ഷേ ഈ ഡി കെ മൈനസ് സി കെ എന്ന ക്ലോസ് ഇൻ്റർവൽ സി കെ ഡി കെ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ഒ ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള അത്തരം എല്ലാ ഇൻ്റർവെല്ലുകളുടെ യൂണിയനും ഒയുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവരുടെ ഹോൾ ലെങ്ത്തും ആരുടെ മെഷറിനേക്കാൾ കുറവായിരിക്കും, ഒയുടെ മെഷറിനേക്കാൾ കുറവായിരിക്കും. ദാറ്റ് മീൻസ് ബീറ്റ ഇൻറ്റു മെഷർ ഓഫ് ഒ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇക്വേഷൻ 1 പ്രകാരം എം സ്റ്റാർ ഓഫ് ഇ പ്ലസ് എപ്സിലോൺ. അവിടെ എം ഓഫ് ഒ എന്ന് എഴുതാൻ കാരണം ഓപ്പൺ സെറ്റ് ഈസ് മെഷറബിൾ ആയിരിക്കും. സോ എമ്മും എം സ്റ്റാറും സെയിം ആയിരിക്കും അവിടെ. ഓക്കെ, ഈ ഇവിടെ മെഷറബിൾ ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല. ഓക്കെ, സിൻസ് ഡി ബാർ ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ, അതായത് അപ്പർ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ ആൽഫ എന്ന് നമുക്ക് ഈയുടെ കൺസ്ട്രക്ഷൻ ഈക്വൽ ടു ആൽഫ ബീറ്റയുടെ കൺസ്ട്രക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എഗെയിൻ ലെമ്മ 3 അപ്ലൈ ചെയ്യുക. ആർക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെസ്ട്രിക്ഷൻ ഓഫ് എഫ് ഓൺ സി കെ ഡി കെ ലെമ്മ 3 സി കെ ഡി കെയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ ലെമ്മയിൽ പറയുന്നത്, ഈയിലെ പോയിൻറ്റ്സിലുള്ള അപ്പർ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ കേസിന് 1/α ഇൻറ്റു എഫ് ഓഫ് ഡി കെ മൈനസ് എഫ് ഓഫ് സി കെ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എം സ്റ്റാർ ഓഫ് ഈ ഇൻ്റർസെക്ഷൻ സി കെ ഡി കെ എന്ന് പറഞ്ഞാൽ ഈയിലെ പോയിൻറ്റ്സ് ആ കണ്ടീഷൻ ഓൾറെഡി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സി കെ ഡി കെയിലെ കേസ് മാത്രം കൺസിഡർ ചെയ്തു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/α ഇൻറ്റു എഫ് ഓഫ് ഡി കെ മൈനസ് എഫ് ഓഫ് സി കെ. ഇത് എടുത്തിരിക്കുന്നത് ലെമ്മ 3യിൽ എഫിൻ്റെ റെസ്ട്രിക്ഷൻ സി കെ ഡി കെ അപ്ലൈ ചെയ്തുകൊണ്ടാണ്. പിന്നെ ഈയിലെ പോയിൻറ്റ്സ് എല്ലാം ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അപ്പർ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ ആൽഫ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതിൽ നിന്നാണ് അത് എഴുതിയത്. ദിസ് ഈസ് ട്രൂ ഫോർ എവരി കെ ഈക്വൽ ടു 1 to etc n. therefore by 2 we get, അപ്പോൾ ശ്രദ്ധിക്കുക, എം സ്റ്റാർ ഓഫ് ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 എം സ്റ്റാർ ഓഫ് ഇ ഇൻ്റർസെക്ഷൻ സി കെ ഡി കെ പ്ലസ് എപ്സിലോൺ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ്. അതായത് ഇ ക്യാൻ ബി റിട്ടേൺ എ സിമെട്രിക് ഡിഫറൻസ് യൂണിയൻ ഇൻ്റർസെക്ഷൻ എഴുതാൻ പറ്റും. സിമെട്രിക് ഡിഫറൻസ് പറഞ്ഞാൽ എന്താണ്, ഇ മൈനസ് യൂണിയൻ കെ ഈക്വൽ ടു 1 to n സി കെ ഡി കെ. ശ്രദ്ധിക്കുക, യൂണിയൻ കെ ഈക്വൽ ടു 1 to n ക്ലോസ് ഇൻ്റർവൽ സി കെ ഡി കെ ആണ്. ഇൻ്റർസെക്ഷൻ പറഞ്ഞാൽ ഓപ്പൺ ഇൻ്റർവൽ സി കെ ഡി കെ ആണ്. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം സ്റ്റാർ ഓഫ് ഇ ഇൻ്റർസെക്ഷൻ സി കെ ഡി കെ ആണ്. സിമെട്രിക് ഡിഫറൻസും ഇൻ്റർസെക്ഷനും കൂടി യൂണിയൻ എടുത്താൽ ഇ തന്നെ കിട്ടും. അത് രണ്ടുപേരും ഡിസ്ജോയിൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എം സ്റ്റാർ ഓഫ് ഇ എന്ന് പറയുന്നത് എം സ്റ്റാർ ഓഫ് സിമെട്രിക് ഡിഫറൻസ് യൂണിയൻ എം സ്റ്റാർ അല്ല, ഇ ഈക്വൽ ടു സിമെട്രിക് ഡിഫറൻസ് ഇ മൈനസ് യൂണിയൻ കെ ഈക്വൽ ടു 1 to n ക്ലോസ് ഇൻ്റർവൽ ഓപ്പൺ സി കെ ഡി കെ യൂണിയൻ ഇ ഇൻ്റർസെക്ഷൻ ഓപ്പൺ യൂണിയൻ കെ ഈക്വൽ ടു 1 to n സി കെ ഡി കെ ആയിരിക്കും. ഇനി അവിടെ നമ്മൾ എം സ്റ്റാർ ഓഫ് ഇ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ 2 യൂണിയൻ ആകുമ്പോൾ സം ചെയ്ത് എഴുതുന്നു. പക്ഷേ എം സ്റ്റാർ ഓഫ് ഇ മൈനസ് യൂണിയൻ സി കെ ഡി കെയുടെ വാല്യൂ ഓൾറെഡി എന്താണ്, ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് ഇക്വേഷൻ 2ൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to n എം സ്റ്റാർ ഓഫ് ഇ ഇൻ്റർസെക്ഷൻ സി കെ ഡി കെ പ്ലസ് എപ്സിലോൺ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, പക്ഷേ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ഇൻറ്റു എന്താണെന്ന് എഴുതിയിട്ടുണ്ട്, ഇക്വേഷൻ 2 അപ്ലൈ ചെയ്തു. 2 എന്നല്ല, നമുക്ക് 3ൽ നിന്നാണ് കിട്ടുന്നത്. നമുക്ക് ഈ ലാസ്റ്റ് എഴുതിയ ഇക്വേഷനിൽ നിന്നാണ് കിട്ടുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/α ഇൻറ്റു സിഗ്മ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് ഡി കെ മൈനസ് എഫ് ഓഫ് സി കെ. പിന്നെ ആ വാല്യൂവിൽ പ്ലസ് എപ്സിലോൺ തന്നെ കിട്ടുന്നു. ഇനിയിപ്പോൾ 4 കിട്ടിയിട്ടുണ്ട്, അതുപോലെ 3യും 2 കൂടി കമ്പയർ ചെയ്യുന്നു. ദാറ്റ് മീൻസ് എം സ്റ്റാർ ഓഫ് ഇ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ ബൈ ആൽഫ ഇൻറ്റു എം സ്റ്റാർ ഓഫ് ഇ പ്ലസ് എപ്സിലോൺ എന്ന് കിട്ടുക. അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എഴുതുമ്പോൾ ബീറ്റ ബൈ എപ്സിലോൺ ഇൻറ്റു എം സ്റ്റാർ ഓഫ് ഇ പ്ലസ് 1/α ഇൻറ്റു എപ്സിലോൺ പ്ലസ് എപ്സിലോൺ ഫോർ ആൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. എപ്സിലോൺ ആർബിട്രറി ആയി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് 2 ടേംസ് 0 ആയി പോകും. ദാറ്റ് മീൻസ് എം സ്റ്റാർ ഓഫ് ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ ബൈ ആൽഫ ഇൻറ്റു എം സ്റ്റാർ ഓഫ് ഇ. നിങ്ങൾക്കറിയാം ബീറ്റ ലെസ് ദാൻ ആൽഫയാണ്. അങ്ങനെ ബീറ്റ ബൈ ആൽഫ ലെസ് ദാൻ 1 ആണ്. അപ്പോൾ എം സ്റ്റാർ ഓഫ് ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1നേക്കാൾ കുറഞ്ഞ വാല്യൂവിൻ്റെ എം സ്റ്റാർ ഓഫ് ഇ എന്ന് കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1/2 ആണെങ്കിൽ എം സ്റ്റാർ ഓഫ് ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 എം സ്റ്റാർ ഓഫ് ഇ എന്ന് വരും. പക്ഷേ എം സ്റ്റാർ ഓഫ് ഇ എന്ന് പറയുന്നത് ഫൈനൈറ്റ് നമ്പറാണ്. ഒരു ഫൈനൈറ്റ് നമ്പറും അതിൻ്റെ ഹാഫിനേക്കാൾ കുറവാവില്ല. അപ്പോൾ അതെന്ത് തന്നെ ആയിരിക്കണം, അങ്ങനെ ആവണമെങ്കിൽ ആ ഫൈനൈറ്റ് നമ്പർ തന്നെ 0 ആയിരിക്കണം. therefore എം സ്റ്റാർ ഓഫ് ഇ ഈക്വൽ ടു 0. ഹെൻസ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ആൾമോസ്റ്റ് എവരിവെയർ ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി എന്ന് കിട്ടും. ഓക്കെ.